Hi, in this lecture we are going to discuss about the effect of slew rate on waveform generation. നമ്മൾ waveform generate ചെയ്യുന്ന സർക്യൂട്ട്സിൽ സ്ലീവ് റേറ്റ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് റേറ്റ് എന്താണ് എന്നുള്ളത് ഒപ്പാമ്പിന്റെ ബേസിക്സ് പറഞ്ഞ ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, the slew rate of an op-amp is defined as the maximum rate at which the output voltage can change, no matter how large the applied input signal. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ എത്ര ലാർജ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് എത്ര ഫാസ്റ്റിലാണോ നമ്മളുടെ ഔട്ട്പുട്ട് വേരിയേഷൻ വരുന്നത് എന്നുള്ളതിന്റെ ഒരു മെഷർമെന്റ് ആണ് സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് വേരിയേഷൻ എത്ര റേറ്റിലാണ് സംഭവിക്കുന്നത്, ഇൻപുട്ടിലുള്ള വേരിയേഷൻ അനുസരിച്ച് എത്ര റേറ്റിലാണ് ഔട്ട്പുട്ടിൽ വേരിയേഷൻ വരുന്നത് എന്നുള്ളതിന്റെ ഒരു മെഷർമെന്റ് ആണ് സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദ സ്ലീവ് റേറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ലൈക്ക് ദിസ്. സ്ലീവ് റേറ്റ് ഈസ് ഈക്വൽ ടു dV0 by dt. ഓക്കെ, നൗ V0 is the output voltage. V0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. T എന്ന് പറയുന്നത് ചേഞ്ചിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ടൈം ആണ്. ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഫിഗർ നമ്മളൊരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആൻഡ് വി ഹാവ് എ ഇൻപുട്ട് സിഗ്നൽ. നമുക്കൊരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ട്. ഇവിടെ ഒരു സ്ക്വയർ വേവ് ആണ് ഇൻപുട്ട് സിഗ്നൽ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളത്. എ ലോ ലെവൽ ആൻഡ് എ ഹൈ ലെവൽ വോൾട്ടേജ്. ഓക്കെ, സോ ലോ ലെവൽ വോൾട്ടേജ് ആൻഡ് ഹൈ ലെവൽ വോൾട്ടേജ്. ഓക്കെ, ഈ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന സിഗ്നൽ ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഹിയർ യു ക്യാൻ സി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഈസ് ഓൾസോ changing from low level to high. Okay, but there is a time difference. ഈ ഒരു ചേഞ്ചിന് ഒരു ടൈം ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് എന്താണ്, ഇൻസ്റ്റന്റേനിയസ് ചേഞ്ച് ആണ് അല്ലെ. സ്ലോപ്പ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആണ്. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ലോപ്പ്, there is a slope. ഓക്കെ, സോ ചേഞ്ച് ലോയിൽ നിന്നും ഹൈയിലേക്ക് വരുന്ന ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ് അല്ല, there is a slope. That means there is a time lag between the ചേഞ്ച്, റൈറ്റ്? ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡെൽറ്റ ടി ടൈമിൽ വരുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ V0 ആണ്. ഇതാണ് ഔട്ട്പുട്ട് വേരിയേഷൻ. സോ ഈ ഔട്ട്പുട്ട് വേരിയേഷൻ എത്രത്തോളം ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഐഡിയൽ ഓപ്പാമ്പിന്റെ ഒക്കെ കേസിൽ നമ്മുടെ സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, നൗ as shown in the figure, the instantaneous change in the input voltage does not appear instantaneously. നമ്മുടെ ഇൻപുട്ടിലുള്ള ഇൻസ്റ്റന്റേനിയസ് ചേഞ്ച് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് കാണുന്നില്ല. ഓക്കെ, there is a time difference, okay, between the change. Okay, now slew rate specifies the maximum rate of change of output voltage when driven by a large step input signal. ഒരു ലാർജ് സ്റ്റെപ്പ് ഇൻപുട്ട് സിഗ്നൽ വെച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജിനെയാണ് നമ്മൾ സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് യു ട്രൈ ടു ഡ്രൈവ് ദ ഔട്ട്പുട്ട് അറ്റ് എ റേറ്റ് ഓഫ് വോൾട്ടേജ് ചേഞ്ച് ഗ്രേറ്റർ ദാൻ സ്ലീവ് റേറ്റ്, ദ ഔട്ട്പുട്ട് വുഡ് നോട്ട് ബി ഏബിൾ ടു ചേഞ്ച് ഫാസ്റ്റ് ഇനഫ് ആൻഡ് വുഡ് വേരി ദ ഫുൾ റേഞ്ച് എക്സ്പെക്റ്റർ, റിസൾട്ടിങ് ഇൻ ക്ലിപ്പിംഗ് ആൻഡ് ഡിസ്റ്റോർഷൻ. സോ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്ലീവ് റേറ്റിനെക്കാട്ടിലും റേറ്റ് ഓഫ് ചേഞ്ചിൽ നമ്മൾ ഔട്ട്പുട്ട് ഡ്രൈവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ക്ലിപ്പ്ഡ് അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് സിഗ്നൽ ആയിരിക്കും എന്നാണ്. ഓക്കെ, ക്ലിപ്പ്ഡ് ഓർ ഡിസ്റ്റോർട്ടഡ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റന്റഡ് ആയിട്ടുള്ള സിഗ്നൽസ് അല്ല നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക എന്നർത്ഥം. ഓക്കെ, നൗ സ്ലീവ് റേറ്റ് ഈസ് മെഷേർഡ് ഇൻ വോൾട്സ് പെർ മൈക്രോ സെക്കൻഡ്. വോൾട്സ് പെർ മൈക്രോ സെക്കൻഡ് ആണ് സ്ലീവ് റേറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ ഒപ്പാംസ് ആർ അവൈലബിൾ വിത്ത് സ്ലീവ് റേറ്റ് ഫ്രം 0.1 വോൾട്ടേജ് പെർ മൈക്രോ സെക്കൻഡ് ടു എബോവ് 1000 വോൾട്ടേജ് പെർ മൈക്രോ സെക്കൻഡ്. ക്ലിയർ? ഇനി സം എഫക്ട്സ് ഓഫ് സ്ലീവ് റേറ്റ് ഓൺ ഡിഫറെന്റ് വേവ് ഫോംസ് ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഹിയർ യു ക്യാൻ സി ദിസ് പർപ്പിൾ ലൈൻ ഈസ് അവർ ഇൻപുട്ട്. ഓക്കെ, ഇൻപുട്ട് ആണ് നമ്മൾ പർപ്പിൾ ലൈനിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു സ്ക്വയർ വേവ് ആണ്. നമുക്ക് സ്ക്വയർ വേവിന്റെ പ്രത്യേകത എന്താണ്, ലോയിൽ നിന്നും ഹൈയിലേക്ക് ഉള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് ആണ്. ഓക്കെ, നമ്മുടെ ഓപ്പാമ്പിന്റെ ഫാസ്റ്റ്നെസ് കുറവാണ്, അതായത് സ്ലീവ് റേറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ
നമുക്ക് ആ ഒരു ട്രാൻസിഷൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ലോ സിഗ്നലിൽ നിന്നും ഹൈയിലേക്കുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കും. സോ ഈ ഒരു ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു ഹൈ സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, സോ ഈ ഒരു ടൈം ഡ്യൂറേഷൻ. സോ ആ ഒരു ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഒപാമ്പ് ഔട്ട്പുട്ട് ഹൈ പ്രൊഡ്യൂസ് ചെയ്യും, ദെൻ കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ എപ്പോഴാണോ ഇൻപുട്ട് സിഗ്നൽ ലോ ആവുന്നത് അപ്പം മുതൽ നമ്മൾ ഒപാമ്പ് എന്ത് ചെയ്യും, ലോവിലേക്ക് ഉള്ള ട്രാൻസിഷൻ തുടങ്ങും. ഓക്കെ, സോ ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഒപാമ്പിന്റെ ഔട്ട്പുട്ടിൽ ലോ സിഗ്നൽ വരുന്നത്. ഇതാണ് നമ്മൾ സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്ക്വയർ വേവ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എടുക്കുന്ന ടൈമിൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, സ്ലീവ് റേറ്റ് കുറവാണെങ്കിൽ. ഓക്കെ, ഹൈ ഫ്രീക്വൻസിയിലാണ് സ്ലീവ് റേറ്റ് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സൈൻ വേവിന്റെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, പർപ്പിൾ ലൈനിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ, റെഡ് ലൈനിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ. ഓക്കെ, ഇനി സൈൻ വേവിന്റെ വോൾട്ടേജ് ചേഞ്ച് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈൻ വേവിന്റെ വോൾട്ടേജ് വാല്യൂ. ഓക്കെ, ഈ ഒരു ചേഞ്ച് നമ്മുടെ ഒപാമ്പിന്റെ ഔട്ട്പുട്ടിൽ വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ഡിഫറൻസ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇൻപുട്ടിൽ 0 അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഔട്ട്പുട്ടിൽ ഇത്ര ടൈം കഴിഞ്ഞിട്ടാണ് 0 വരുന്നത്. ദെൻ ഓരോ ഇൻസ്റ്റന്റേനിയസിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ടിൽ ലീനിയർ ആയിട്ട് ഒപാമ്പിന്റെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ മാക്സിമം വോൾട്ടേജ് എത്തുന്ന ടൈമിൽ നമ്മളുടെ ഈ ഒരു ലെവലിൽ മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ട് എത്തിയിട്ടുണ്ടാവുക, ഒപാമ്പിന്റെ ഔട്ട്പുട്ട് എത്തിയിട്ടുണ്ടാവുക. ഓക്കെ, മാക്സിമം വോൾട്ടേജ് എത്തുന്ന ടൈമിലും. സോ നമ്മുടെ വോൾട്ടേജ് കുറഞ്ഞ് ഈ ഒരു ലെവലിൽ എത്തുന്ന ടൈമിൽ പിന്നെ നമ്മളുടെ ഒപാമ്പിന്റെ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, നമ്മുടെ സിഗ്നൽ ഡിസ്റ്റോർട്ടഡുമായി സിഗ്നൽ ക്ലിപ്പായും ചെയ്തു. ഓക്കെ, നമുക്ക് വോൾട്ടേജും കുറഞ്ഞു, ഔട്ട്പുട്ട് വോൾട്ടേജും കുറഞ്ഞു, അതേപോലെ സിഗ്നൽ ഡിസ്റ്റോർട്ടഡ് ആണ്. നമ്മൾ കൊടുത്തിട്ടുള്ളത് സൈൻ വേവ് ആണ്, പക്ഷെ നമുക്ക് കിട്ടുന്നത് ട്രയാങ്കുലർ വേവ് പോലത്തെ വേവ് ആണ്. ഓക്കെ, സോ അതാണ് സ്ലീവ് റേറ്റിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇഫ് അവർ ഒപാമ്പ് ഈസ് ഹാവിംഗ് ലോ സ്ലീവ് റേറ്റ്, ദെൻ ഇറ്റ് വിൽ എഫക്ട് ദി പെർഫോമൻസ് ഓഫ് അവർ സർക്യൂട്ട് ബാഡ്ലി. ഓക്കെ, നമ്മുടെ സർക്യൂട്ടിന്റെ പെർഫോമൻസിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും ഇഫ് ദ സ്ലീവ് റേറ്റ് ഈസ് ലോ. ഓക്കെ, ഹൈ ഫ്രീക്വൻസിയിലാണ് സ്ലീവ് റേറ്റ് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് എഫക്റ്റ് ഓഫ് സ്ലീവ് റേറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ.